ഹലോ. PMC പദ്ധതിയിൽ ഒപ്പുവെച്ച നടപടി മരവിപ്പിക്കും. ഉപസമിതി രൂപീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം സംസ്ഥാന സർക്കാർ പിന്മാറാൻ കഴിയുകയില്ല. അപ്പോൾ നടപടി മരവിപ്പിക്കും എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? LDF സഖ്യകക്ഷിയായ CPI പറ്റിക്കാനാണോ? അതോ വരാനിരിക്കുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എതിർക്കുന്ന CPIയും പ്രതിപക്ഷവും ഒന്നും അറിഞ്ഞില്ലേ കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു വിദ്യാഭ്യാസ പദ്ധതിയായ PM ഉഷയെ പറ്റി? PM ഉഷ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉച്ചതാ ശിക്ഷ അഭിയാൻ 2023 ഡിസംബർ മാസത്തിൽ കേരളം ഭരിക്കുന്ന LDF സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഇവരാരും അറിഞ്ഞില്ലേ? ഈ പദ്ധതി നടപ്പാക്കുന്നത് NEP അനുസരിച്ചാണ് കേട്ടോ. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒപ്പുവെച്ചത് ധർമ്മേന്ദ്ര പ്രധാനും കേരള സംസ്ഥാനത്തിന് വേണ്ടി ഒപ്പുവെച്ചത് R ബിന്ദുവുമാണ്. ഇരുവരും ചേർന്നാണ് ഈ പദ്ധതിയിൽ 2023 ഒപ്പുവെച്ചത്. ഇനി ഇതിന്റെ ലക്ഷ്യം നോക്കാം. കേരള സർക്കാർ സർവകലാശാലകളുടെയും കോളേജുകളുടെയും നിലവാരം ഉയർത്തുക, ഗവേഷണം, ഡിജിറ്റൽ പഠനം, തൊഴിൽ നൈപുണ്യം, വനിതാ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കുക. മാത്രവുമല്ല NEP 2020 നയം അനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇനി നമുക്ക് അനുവദിച്ച തുകകളുടെ കണക്ക് കൂടി നോക്കാം. 405 കോടിയാണ് കേരളത്തിന് അനുവദിച്ചത്. അതിൽ പ്രധാനമായും 3 സർവകലാശാലകൾക്കും വലിയൊരു തുക ലഭിച്ചു. കേരള സർവകലാശാലയ്ക്ക് 100 കോടി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് 100 കോടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് 100 കോടി. ശേഷിക്കുന്ന തുക സർക്കാർ കോളേജുകൾക്കും മറ്റ് പദ്ധതികൾക്കുമായിട്ട് വിതരണം ചെയ്യും. ഈ പദ്ധതിയിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നാണ് ഫണ്ട് നൽകുന്നത്. കേന്ദ്രം 60%, സംസ്ഥാനം 40%മാണ് ഫണ്ട് നൽകുന്നത്. പുതിയ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് മുറികളും, വിദ്യാർത്ഥികൾക്ക് സ്കിൽ ട്രെയിനിങ്, അധ്യാപക പരിശീലനങ്ങൾ, ഗവേഷണത്തിലുള്ള പ്രോത്സാഹനങ്ങൾ, ഇതൊക്കെയാണ് LDF സർക്കാർ ആരും അറിയാതെ ഒപ്പുവെച്ച PM ഉഷ പദ്ധതിയുടെ ഗുണങ്ങൾ. PM ശ്രീ പദ്ധതിയും PM ഉഷ പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നോ? PM ഉഷ പദ്ധതിയിൽ പ്രത്യേകിച്ച് ബോർഡൊന്നും വെക്കേണ്ട. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ബോർഡ് വെക്കും. ബോർഡാണ് മുഖ്യം ബിഗിലേ. ബോർഡ് എന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം ബോർഡ് വെക്കാത്തതുകൊണ്ട് എല്ലാം ഈ സർക്കാരിന്റെ പേരിലാണെന്നുള്ള ഒരു മട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാം സ്വീകാര്യമാണ്. അതേസമയം ബോർഡ് വെക്കുമ്പോഴാണ് വലിയൊരു പ്രശ്നം വരുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശൻ കേരളത്തെ മൊത്തം ഇരുട്ടിലാക്കി എല്ലാ നേതാക്കളെയും ചതിച്ചു എന്ന് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഒന്നോർക്കുക, PM ശ്രീ പദ്ധതിയിൽ മാത്രമല്ല നിങ്ങൾ വഞ്ചിക്കപ്പെട്ടത്. PM ഉഷ പദ്ധതിയിൽ 2023 PM ഉഷ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോഴും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ചോദിക്കും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ പദ്ധതി ഇല്ലേന്ന്? ഉണ്ടല്ലോ. ഈ പദ്ധതി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതാണല്ലോ ഇവരാരും പ്രതികരിക്കാത്തത്. മാത്രവുമല്ല, ഇപ്പൊ ഇവർ എടുത്തെടുത്ത് പറയുന്ന NEP ഉണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലെല്ലാം വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് NEPയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ PM ശ്രീ പദ്ധതി മാത്രമല്ല നിങ്ങൾ ചതിക്കപ്പെട്ടതും വഞ്ചിക്കപ്പെട്ടതും, PM ഉഷ പദ്ധതിയും നിങ്ങൾ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു. ഇതത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ പറയുന്നത് കൊണ്ടാണ്. ഈ സംസ്ഥാന സർക്കാർ ആരും അറിയാതെ ഒപ്പുവെച്ച മറ്റൊരു പദ്ധതിയാണ് PM ഉഷ പദ്ധതി. 2023 2 വർഷം പുറകോട്ടാണ്. ഇപ്പോൾ നിങ്ങളോട് ഈ വീഡിയോ ഞാൻ പറഞ്ഞത് അത് അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.